ഹലോ, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണയാണ്. ഇവിടെ നിന്നൊരു ചേട്ടനെ പിക്ക് ചെയ്യാനുണ്ട്, അതുപോലെ കുറച്ച് എക്യുപ്മെൻറ്റ്സൊക്കെ എടുക്കാനുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് പാലക്കാടുള്ള ഹെയ്ഡീസ് ഫാം സ്റ്റേയിലൊക്കെയാണ് കേട്ടോ. ഇവിടെ അടിപൊളിയാണ്. ഞങ്ങൾ കുറേ നാളായി ഇവിടെ വന്നിട്ട്. നൈറ്റ് സ്റ്റേ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് വീഡിയോ, അത് ഡ്രോൺ വിഷ്വൽസും ബാക്കി കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ബ്രൗഷറിലും അതുപോലെ വെബ്സൈറ്റിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് എടുക്കണമല്ലോ. അപ്പം അതിന് വേണ്ടി വന്നേക്കാണ്. രാത്രി എത്താൻ ലേറ്റായി. ഫുഡ് കഴിച്ചു, പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി, വിശന്നിട്ട്. പിന്നെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു നൈറ്റ്, നമ്മുടെ ബോസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആളുടെ ഒരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കാര്യങ്ങൾ ശരിയാക്കിക്കൊണ്ടിരിക്കുവാണ് നിതിനേട്ടൻ. ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന പേഴ്സൺസിനെ കാണിക്കാനുള്ള പെർമിഷൻ എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. ഐ എം റിയലി സോറി. അപ്പോൾ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നേരെ ഫ്രഷായി കിടന്നുറങ്ങി. പിറ്റേദിവസം രാവിലെ എണീറ്റ് ഒരു കോഫി കുടിച്ചങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഏർലി മോർണിംഗ് നമുക്ക് കുറച്ച് പിക്സും വീഡിയോസൊക്കെ എടുക്കാനുള്ളതുകൊണ്ട് അതിൻ്റെ തിരക്കിലാണ് നമ്മൾ. പിന്നെ ഞാൻ ഈ വീഡിയോസിൽ അത്രയും കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫുൾഫില്ലായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. ഈ തിരക്കിനിടയിൽ കൂടെ ആണ് നമുക്ക് വേണ്ട കുറച്ച് ക്ലിപ്സൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്നത്, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ഹെയ്ഡേഴ്സിനെ പറ്റി പറയാം കേട്ടോ. ഹെയ്ഡേഴ്സ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ, ഫാം സ്റ്റേ ആണ്. ആക്ച്വലി നമുക്കൊരു തറവാട് ടച്ചാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. ഇതൊരു അപ്കമിങ് പ്രൊജക്റ്റിൻ്റെ പാർട്ടാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ബിക്കോസ് ഇതൊരു പാട്ടല്ല, ഇതൊരു പ്രൊജക്റ്റ് പോലെയാണ് ഇപ്പം തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കുറച്ചേ ചെയ്തെങ്കിലും അത് ആ ഒരു വൃത്തിയോടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാമെന്ന് പറയില്ലേ, അതിൻ്റെ എക്സാമ്പിളാണ് ഈ പ്രൊജക്റ്റ്. അപ്പോൾ നമ്മുടെ ഒരു പാട്ടാന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ലേ. ബിക്കോസ് ഇവിടെ കണ്ടെയ്നർ സ്റ്റേ, റൂംസ്, അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാനുള്ള പ്ലേസ്, സ്വിമ്മിങ് പൂൾ, ക്ലീനിങ്ങിനാണെങ്കിലും കുക്കിങ്ങിനാണെങ്കിലും എല്ലാത്തിനും ഇവിടെ അതിൻ്റേതായ ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അപ്പം നമുക്കത് ചെയ്തു തരും. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വർക്കിൽ ഭയങ്കര പ്രഷറായി തിരക്കിലിരിക്കുവാണ്, ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ ഫാമിലിയുടെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയും നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഓൾഡ് മെമ്മറീസ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാനും എല്ലാത്തിനും പറ്റിയ ഒരു അടിപൊളി പ്ലേസാണ് കേട്ടോ നമ്മുടെ ഹെയ്ഡീസ് ഫാം സ്റ്റേ എന്ന് പറയുന്നത്. ഇപ്പം തന്നെ ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അപ്പം തന്നെ മനസ്സിലാക്കാൻ നമുക്കിവിടെ എത്രത്തോളം ഫെസിലിറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇവരെങ്ങനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെന്ന്. ഇവിടെ വന്നവരുടെ എക്സ്പീരിയൻസ് കേട്ട് തന്നെ മനസ്സിലാവും അവരെത്രത്തോളം ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്, അവർക്ക് എത്രത്തോളം ആ ഒരു ഫീൽ ഇവിടെ നിന്ന് കിട്ടി എന്നുള്ളതൊക്കെ അവരോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആക്ച്വലി എനിക്കിതിൻ്റെ ഡീറ്റെയിലിംഗ് വീഡിയോ ചെയ്യാനായിട്ട് ഇങ്ങനെ പൊരിയുന്നുണ്ട്, പക്ഷെ ഞാനും ക്ഷമിച്ചിരിക്കുവാണ്, ആ സസ്പെൻസ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ ഇവിടെ ചുറ്റും നോക്കിയാൽ എവിടെ നോക്കിയാലും നമ്മുടെ ആ കേരളീയത അങ്ങനെ നിൽക്കുന്നുണ്ട്. ബിക്കോസ് പാടവും തെങ്ങുകളും പുഴയും അരുവി അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പറയണ്ട, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അവർ നമുക്ക് ചെയ്തു തരുന്നത്. ആക്ച്വലി ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഗസ്റ്റുകൾക്ക് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ റൂട്ടെന്ന് വെച്ച് നമ്മൾ വേറൊരു ലൊക്കേഷനിലേക്ക് പോകുന്ന റൂട്ടാണ്. ഈ പാലക്കാട് ആയതുകൊണ്ട് തന്നെ അഗ്രഹാരമല്ല, പക്ഷെ നല്ല നാടൻ ഗ്രാമപ്രദേശമാണ്. ആ ലൊക്കേഷനിലേക്ക് പോണ വഴിയാണ് കേട്ടോ നമ്മുടെ ഈ ഡാം വരുന്നത്, മലമ്പുഴ ഡാം വരുന്നത്. സോ അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ആ ലൊക്കേഷനുള്ളത്, വില്ല പ്രൊജക്റ്റ് ഉള്ളത്. പിന്നെ ഒരു 12 മണി ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ രാജീവേട്ടനെയും കൂട്ടിയിട്ട് മന്തി കഴിക്കാൻ പോയി. 12:30 ആയി കേട്ടോ, ഓർക്കണം. സോ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഫുഡ് പോകുന്നുണ്ടായിരുന്നില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കഴിച്ചു കഴിഞ്ഞ് ചുറ്റും നോക്കിയപ്പോഴാണ് ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു 1 o'clock ഒക്കെ ആയപ്പോഴത്തേക്കുമാണ് ഞങ്ങളവിടുന്ന് ഇറങ്ങിയത്. നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് തന്നെ നേരെ പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ലോഗ് ഇവിടെ കഴിയുവാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.